മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ഈ വീഡിയോ വിവേകമുള്ളവരും നിലവാരമുള്ളവരും മാത്രം കണ്ടാൽ മതി. ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞത് മറ്റൊന്നുമല്ല. എന്തെങ്കിലും മോദിക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ തെറി വിളിച്ചു പോവാനുള്ളവർ പ്രത്യേകിച്ച് ഇത് കാണണമെന്നൊന്നുമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള കോൺഗ്രസ്സുകാരാണെങ്കിലും CPM-കാരാണെങ്കിലും BJP-കാരനാണെങ്കിലും മുസ്ലിം ലീഗുകാരനാണെങ്കിലും ഈ വീഡിയോ കൃത്യമായിട്ട് തന്നെ കണ്ടുകൊള്ളൂ. തെളിവ് സഹിതമാണ് നമ്മൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിലെ കഴിഞ്ഞ രാത്രിയിലെ ചർച്ചയില് അവതാരകൻ കൃത്യമായിട്ടൊരു ചോദ്യം ഉയർത്തിയിരുന്നു. മതം തിരഞ്ഞുകൊണ്ട് അറസ്റ്റ് CJP, അതായത് ഡൽഹിയിൽ കലാപം നടത്തിയവരുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഒക്കെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റ് മതം തിരിഞ്ഞു നടക്കുന്നു എന്നൊക്കെയാണ് അവതാരകൻ ചോദ്യം ഉയർത്തിയത്. തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യണം. കാരണം മറ്റൊന്നുമല്ല, ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് വിവേകമുള്ള മലയാളികള് യാഥാർത്ഥ്യം തിരിച്ചറിയുക. കാരണം മറ്റൊന്നുമല്ല, മൗദൂദി ചാനലൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന മതത്തിനെതിരെ തിരഞ്ഞു പിടിക്കുന്നു എന്നൊക്കെ. അപ്പൊ ഏഷ്യാനെറ്റ് പോലെയുള്ള ന്യൂസൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ വിവേകമുള്ള ആളുകൾ ചിന്തിക്കും. അതിന്റെ കൃത്യമായ ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഒരു സാബിൻ സ്ഫെയർ ഒക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹം ചെയ്തിട്ട്, അതായത് ഒരു മലയാളിയും ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ സാബിൻ സ്ഫെയർ എന്നൊക്കെ പറയുന്ന ഇൻഫ്ലുവൻസർ നമ്മുടെ രാജ്യത്തിനെതിരെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം. അതിനു മുമ്പ് മൗദൂദി പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണെന്ന് വായിച്ചേൽപ്പിക്കാം. ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്ത് ശ്രദ്ധേയനായ സന്നദ്ധ പ്രവർത്തകൻ മുഹമ്മദ് ജുനൈദ് മാലിക്കിനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത് അജ്ഞാത കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതായി പരാതി. എന്റെ ലളിതമായ ചോദ്യമാണ്. അതായത് ഒരു മൊബൈൽ കട നടത്തുന്ന വ്യക്തി എങ്ങനെയാണ് ഡൽഹിയിലെത്തിയ ആയിരക്കണക്കിന് ആളുകൾക്ക് പരമാവധി ഫുഡ് കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ടും ആളുകൾ പറയും സംഭാവന കിട്ടിയിട്ടുണ്ടാവും, ഡൊണേഷൻ ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡൊണേഷൻ ഒക്കെ എത്തിയത് എവിടെ നിന്നാണ് എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തല്ലേ. നമ്മുടെ സുരക്ഷ ഉയർത്തിപ്പിടിച്ച് കേന്ദ്ര സർക്കാർ അത് അന്വേഷിക്കണ്ടേ? ഏതായാലും ഒരു ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിക്ക് നൂറുകണക്കിന് ആളുകൾക്ക് പോലും ഡെയിലി ഫുഡൊന്നും കൊടുക്കാനാവൂല എന്നുള്ളതൊരു സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നത് മാത്രമല്ലേ. അപ്പം ഇത്തരം ആളുകള് ഒരു ജുനൈദ് എന്നല്ല, ഇത്തരം നിരവധി ആളുകൾ അവിടെ ഉണ്ട്. അത്തരം ആളുകൾക്കെതിരെ അന്വേഷണം നടത്തണ്ടേ? മറ്റൊരു തെറ്റിദ്ധരിപ്പിക്കൽ നമ്മുടെ കേരളത്തിൽ ആകെ നടക്കുന്നുണ്ട്. സമരക്കാർക്കെതിരെ കേസെടുക്കൂല എന്ന് പറഞ്ഞിട്ട് എന്തിന് കേസെടുക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. സമരക്കാർക്കെതിരെയല്ല കേസെടുക്കുന്നത്. ന്യായമായിട്ട് സമരം ചെയ്ത ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയിലെ ഒരു അംഗത്തിനെതിരെ പോലും കേസെടുത്തിട്ടില്ല. മറിച്ച് 20 FIR-കൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഓരോ ആളുകളും ചെയ്തതിന്റെ കൃത്യമായ തെളിവുകൾ വീഡിയോ സഹിതം ലഭിച്ച ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. അതായത് ഏതൊക്കെ വകുപ്പിലാണ് കേസെടുത്തത് എന്നതിന്റെ ഒരു ഡീറ്റെയിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ വകുപ്പുകൾ ഉൾപ്പെടെ ഏതൊക്കെ കേസിലാണെന്ന്. അതായത് പോലീസുകാരെ ആക്രമിച്ച കേസിൽ, അതേപോലെ തന്നെ കലാപം നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കല്, പൊതുമുതല് നശിപ്പിക്കല്, സർക്കാർ ജോലിയിൽ തടസ്സം സൃഷ്ടിക്കല്, ചില കേസുകളിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചേർത്തതായിട്ട് നിരവധി മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ സോഷ്യൽ മീഡിയ തെളിവുകളാണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. അതായത് കോടതിയിലെത്തിയാൽ സ്പോട്ടിൽ ശിക്ഷ കിട്ടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുള്ളത്. തെളിവായിട്ട് ഡിജിറ്റൽ തെളിവുണ്ട്. ഒരാൾ CCTV അടിച്ചു പൊട്ടിക്കുന്നത്, പോലീസ് വാഹനം അടിച്ചു പൊളിക്കുന്നത്, പോലീസുകാരെ ആക്രമിക്കുന്നത്, മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നത്, ഇവർക്കെതിരെയാണ് കേസെടുത്തോണ്ടിരിക്കുന്നത്. മറ്റൊരു ലളിതമായ ഒരു ഉദാഹരണം കൂടിയുണ്ട്. അതായത് CJP-യുടെ വക്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആക്രമണം നടത്തുന്നത് ഞങ്ങള് ആഹ്വാനം ചെയ്തിട്ടില്ല, അവർ ഞങ്ങളിൽ പെട്ടതല്ല എന്ന്. കോക്രോച്ച് ജനതാ പാർട്ടിയും BJP-യും തമ്മിൽ, കേന്ദ്ര സർക്കാരും തമ്മിലാണ് കരാറുണ്ടാക്കിയത്. ഇവർ തമ്മിലുള്ള കരാറിൽ CJP അംഗങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്നാണ് പറഞ്ഞത്. CJP സമരത്തെ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയവർക്കെതിരെ ഒരു കേസുമില്ല. കലാപം നടത്തിയവരെ ന്യായീകരിക്കാൻ വിവേകമുള്ള ആരെങ്കിലും തയ്യാറാവുമോ? അപ്പോ കലാപം നടത്തിയവർക്കെതിരെയാണ് കേസ്. ഞാൻ മറ്റൊരു കാര്യം ഒന്ന് ഇവിടെ കൊടുക്കാം.
يطلب شخص طعاما لكن هذا الطعام لا يصل إلى بيته بل يصل إلى جنتر منتر في دلهي على بعد الآلاف നിങ്ങൾ കേട്ടില്ലേ? അറബിയിൽ ഇവരൊക്കെ രാജ്യദ്രോഹമല്ലേ ചെയ്യുന്നത്? ഇവന്റെ കമന്റ് ബോക്സിലൊക്കെ ഈജിപ്ത് നിന്ന് വരെ ഈജിപ്ത് നിന്നാണ് ഞങ്ങൾ എന്ന രീതിയിൽ കമന്റുകൾ വരുന്നുണ്ട്. അതായത് അറബി അറിയുന്ന ലോകത്തെ ആളുകളിലേക്ക് ഇവനൊരു വീഡിയോ പടച്ചുവിടുക. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ രാജ്യത്തിന്റെ വ്യാപാരത്തെ അത് ബാധിക്കില്ലേ? ലളിതമായിട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രശ്നം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുമോ? ഗൾഫ് മേഖല ഒന്നടങ്കം ബില്യൺ കണക്കിന് ഡോളറിനാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കടക്കലാണ് ഈ സാബി ഇൻസ്പയർ എന്ന് പറയുന്ന ഇൻസ്റ്റാ പ്രൊഫൈലുള്ള ഈ ഇൻഫ്ലുവൻസർ. ഈ വ്യക്തിയെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വലിയ വ്യാപാരത്തിന്റെ കടക്കൽ കത്തിവെക്കാനാണ് ശ്രമിച്ചത്. അറബി പറയുന്ന ഏത് സംസ്ഥാനം നമ്മുടെ കേരളത്തിലുള്ളത്? എന്റെ ലളിതമായ ചോദ്യ. നമ്മുടെ കേരളത്തിൽ മലയാളം പറയുന്നു, തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ തമിഴ് പറയുന്നു, ഇനി കുറച്ചപ്പുറത്തേക്ക് പോയ കർണാടക കന്നഡ പറയുന്നു, ഉത്തർപ്രദേശിലേക്ക് പോയ ഹിന്ദി പറയുന്നു. ഏത് സംസ്ഥാനത്താണ് അറബി പറയുന്നത്? ഇവന്റെ ലക്ഷ്യം എന്താ? എന്റെ ലളിതമായ ചോദ്യ. ഇവന്റെ ലക്ഷ്യം എന്താ? ഈ രാജ്യത്തെ പുതുതലമുറയിലേക്ക് സന്ദേശം എത്തിക്കലോ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഉപദ്രവിക്കലോ? എന്റെ ലളിതമായ ചോദ്യ. ഇവന്റെയൊക്കെ ലക്ഷ്യം എന്താ? ഈ അറബിയിൽ വീഡിയോ ഇടുന്നതിന്റെ ലക്ഷ്യം എന്താ? ഗൾഫ് മേഖലയിലേക്ക് നമ്മുടെ രാജ്യം ഒരു തകർന്ന രാജ്യമാണെന്നൊരു സന്ദേശം കൊടുക്കാനല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയമാണ് ഈ തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ വലിയ സമരമാണ് എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ലോകത്ത് അറബി അറിയുന്ന ആളുകൾ എന്താ കരുതുക? നമ്മുടെ രാജ്യത്ത് എന്തോ സംഭവിക്കാൻ പോവാ. നമുക്കറിയാം, തൊട്ടടുത്ത് നേപ്പാളില്, ശ്രീലങ്കയില്, ബംഗ്ലാദേശിലൊക്കെ കലാപം നടന്ന് ഭരണകൂടത്തെ പോലും അട്ടിമറിച്ചത് ലോകം മൊത്തം നോക്കിക്കണ്ടതാ. അതേ രീതിയിലാണ് ലോകം മൊത്തം അറബി അറിയുന്ന ആളുകൾ ഇവന്റെയൊക്കെ വീഡിയോ കാണുക. നമ്മുടെ രാജ്യത്തിന് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം ഇവർ ഒരുത്തൻ വരുത്തി വെച്ചിട്ടുണ്ട്. തർക്കമില്ലാത്ത വിഷയ. ബില്യൺ കണക്കിന്. നമ്മളെ കൊണ്ടൊക്കെ ആവുന്നത് പോലെ ഇത് നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവനൊക്കെ ദുബായിൽ നിന്ന് ഈ സമരത്തിന് വേണ്ടി മാത്രം ഡൽഹിയിലേക്ക് വന്നതാ. ഇവൻ മലയാളം പറഞ്ഞ സമരത്തെ അനുകൂലിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ അറിയുന്ന ഏതെങ്കിലും ഭാഷയുണ്ടെങ്കിൽ ആ ഭാഷയിൽ ഇവൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. ഇഷ്ടം പോലെ ആളുകൾ സമരത്തിന് അനുകൂലിച്ചും വിയോജിച്ചൊക്കെ തന്നെ ഇവിടെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിന്റെ മഹത്വം എന്ന് പറയുന്നത് ഭരണപക്ഷത്തോടുള്ള വിയോജിപ്പൊക്കെ തന്നെയാണ്. പക്ഷെ അത് രാജ്യത്തോടുള്ള ദ്രോഹമായിട്ട് മാറരുത്. ഇത് നമ്മുടെ രാജ്യത്തോട് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. ദ്രോഹം. ഇവരൊക്കെ ദുബായിലൊക്കെ എന്തൊക്കെയോ ചെയ്തു പോകുന്ന ഒരാളാണ്. ആ ഭരണകൂടത്തിനെതിരെ ഇന്നേ വരെ ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഒരക്ഷരം മിണ്ടൂല. മിണ്ടിയ തല ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ വ്യാപാര മേഖലക്ക് തന്നെ വളരെ വലിയ രീതിയിൽ അതിന്റെ കടക്കൽ കത്തിവെച്ച ഇവരൊക്കെ ഇപ്പൊ ദുബായിലേക്ക് പറന്നു എന്നാ കേൾക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ എംബസി ഇടപെടണം ഇതിലൊക്കെ. ഇത്തരം ആളുകൾ നമ്മുടെ നാടിനെ ദ്രോഹിക്കുക. നിങ്ങൾക്ക് വിയോജിപ്പൊക്കെ നമ്മളൊക്കെ സ്വീകരിക്കും. ഇപ്പൊ മോദിക്കെതിരെ ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ജനാധിപത്യ രീതിയിൽ ആളുകൾ സംസാരിച്ചതിനെ നമ്മളത് നോക്കിക്കാണും. അത് അവരുടെ ജനാധിപത്യ അവകാശമാണ്. ആര് സംസാരിച്ചാലും അത് ഈ രാജ്യത്തിന്റെ മഹത്താണ്. എതിരെയും അനുകൂലിച്ചൊക്കെ പറയല്. പക്ഷെ ഇത് രാജ്യത്തിന്റെ വ്യാപാര മേഖലയുടെ കടക്കൽ കത്തിവെക്കാനാ. ഇവരൊക്കെ എന്തെങ്കിലും കൊട്ടേഷൻ എടുത്താണോ ഡൽഹി സമരത്തിലേക്കായിട്ട് പറന്നെത്തിയതും അത് കഴിഞ്ഞ് തിരിച്ചു പോയത് എന്നുള്ളതോ? നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. മറ്റൊരു കാര്യം എടുത്തു പറയാം. ഇത്തരം ആളുകള് ഇന്ന മതത്തിനെ കൂടിയാണ് പറയിപ്പിക്കുന്നത്. ഇവിടെ മതം നോക്കിയൊന്നല്ല ഒരു അറസ്റ്റ് നടക്കുന്നത്. ഞാൻ മുസൽമാനാണ്, എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ മുസ്ലിങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഒന്നും നേരെ ഒരു അന്വേഷണ ഏജൻസി വരുന്നില്ല. ഡൽഹിയിലേക്ക് എടുത്ത് ഓടിയിട്ട് ദുബായിൽ നിന്ന് പോലും ഓടിയെത്തിയിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പും വെച്ച് നിരവധി ആളുകൾക്ക് ഫുഡ് കൊടുത്ത ഇത്തരം നിരവധി ആളുകൾ ഡൽഹിയിലുണ്ട്.
അവരെ മതം നോക്കിയല്ല, മറ്റു മതത്തിലുമുള്ള ഒരുപാട് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ആ മതം നോക്കി പിടിക്കുന്നു എന്ന ആ ഉളുപ്പില്ലാത്ത ഇരവാദം ഇതിലെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കുക.